ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സഭ ഇത് കണക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ നേരത്തെ ഒരു സംഭവം സഭയ്ക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരമായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയെ തല്ലി എന്നുള്ള പേരിലായിരുന്നു. ആ കുടുംബം ഉണ്ടെങ്കിൽ ഇത് കണക്ക് സഭയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തുറന്നുണ്ടെങ്കിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പയ്യനുണ്ടെങ്കിൽ സ്പൈക്കോട്ടൻ എന്നൊക്കെയാണ് ആൾക്കാരിപ്പോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ആ പയ്യനുണ്ടെങ്കിൽ ഇത് കണക്ക് സഭയുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് മെഗനാസിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോഴത്തേക്കുണ്ടായി അങ്ങനെ അവൻ പറഞ്ഞിട്ട് ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു ആദ്യമേ അവൻ പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ വിടരുതെന്നുള്ള രീതിയിലായിരുന്നു ആ പയ്യൻ സഭയെടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ പറഞ്ഞൊരു കാര്യം, നിൻ്റെ മുഖമൊന്നും ഞാൻ വെളിയിൽ വിടത്തില്ല, പക്ഷേ നിൻ്റെ വീഡിയോ ഞാൻ വെളിയിൽ വിടുന്നതായിരിക്കും, അതുകൊണ്ടെങ്കിൽ ഫേസ് മറിച്ചിട്ടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പലവട്ടം ഉണ്ടെങ്കിൽ അവ ഇതേ കണക്ക് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ ഇത് വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഇവനെ സഭ തല്ലി എന്നുള്ള രീതിയിൽ കള്ളപ്പരാതി കൊടുത്ത് ഇവർക്കെതിരെ അകത്താക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതേ കണക്ക് മെഗനാസും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് പ്ലാൻ ഇട്ടാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നായിരുന്നു സഭ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.